അസ്സലാമു അലൈക്കും. സമസ്ത 7ാം ക്ലാസ് പൊതുപരീക്ഷ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മാളി മഅറൂഫായ ഫേലിനെ മജ്ഹൂലാക്കുന്നതാണ്. അതൊന്നും കൂടി പറയാണ്, അടുത്ത പാഠം ബന്ധപ്പെടുത്താൻ വേണ്ടി മാത്രം, തിരിയാത്ത കുട്ടികൾക്കൊന്ന് തിരിയാൻ വേണ്ടി നോക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത് ഭൂതകാലമാണ്, കഴിഞ്ഞു പോയ കാലം. അതിനെന്ത് പറയുക? മാളി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് നസ്വറ ബഷീറുൻ ബാസിത്തൻ. എന്താർത്ഥം? ബഷീർ ബാസിത്തിനെ സഹായിച്ചു. ബഷീർ ബാസിത്തിനെ സഹായിച്ചു. ഇതിനെന്താ പറയുക? മഅറൂഫ്. കാരണം സഹായിച്ച ബഷീറിനെ നമ്മൾ കാണുന്നുണ്ട്. കണ്ടോ? റഫ് കിട്ടി കർത്താവിന്. ഇതാണ് കർത്താവ്, അഥവാ ഫായിൽ. ഫായിലിപ്പോൾ റഫാണല്ലോ. അപ്പോൾ ഈ കർത്താവ് അറിയപ്പെടുന്നുണ്ട്, അതുകൊണ്ട് അതിന് മഅറൂഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ നസ്വറ ബഷീറുൻ ബാസിത്തൻ. നസ്വറ മഅറൂഫ, മാളി മഅറൂഫ ഫീൽ, ബഷീറുൻ ഫായിൽ അഥവാ കർത്താവ്, ബാസിത്തൻ അതിൻ്റെ മഫ്ഊൽ. അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? മഅറൂഫ് അഥവാ മാളി മഅറൂഫ്. അപ്പോൾ അർബ എന്നുള്ളത് മാളി മഅറൂഫ്, അതിൻ്റെ കർത്താവ് ബഷീർ, അതിൻ്റെ മഫ്ഊൽ ബാസിത്തൻ. കർത്താവ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫായിൽ കേട്ടോ, അതിൻ്റെ മഫ്ഊൽ ബാസിത്തൻ. ഇനി അവിടെ കർത്താവ് അറിയപ്പെടാതിരിക്കുമ്പോൾ എങ്ങനെ പറയും? ബാസിത്ത് സഹായിക്കപ്പെട്ടു. നസ്വറ ബാസിത്തുൻ, നസ്വറ ബാസിത്തുൻ. നസ്വറ ബഷീറുൻ ബാസിത്തൻ എന്നുള്ള എന്താക്കും? നസ്വറ ബാസിത്തുൻ എന്നാക്കും. ബാസിത്തൻ എന്നതിന് ബാസിത്തുൻ എന്നാക്കും. അപ്പോൾ ഇതിൻ്റെ പേര് എന്താണ്? ഇതിനെ തൊട്ട് പകരം വന്നത്. അങ്ങനെ ഈ റഫിനെ അഥവാ തൻവീൻ ലമ്മിനെ ഇത് സ്വീകരിച്ചു. അപ്പം ഇതിൻ്റെ പേരെന്തായി? നായിബുൻ അനിൽ ഫായിൽ. ഇനി മഫ്ഊൽ എന്ന് പറയില്ല ഇവിടെ നായിബുൻ അനിൽ ഫായിൽ, ഇവിടെ മഫ്ഊൽ എന്ന് പറയാം. മനസ്സിലായോ? അപ്പം അപ്പോൾ അങ്ങനെ കർത്താവ് അറിയപ്പെടാത്ത ഫീലിൻ്റെ പേരെന്താ? മജ്ഹൂൽ. അപ്പം നസ്വറ ഒന്നിനും പറയാണ് ബഷീർ ബാസിത്തിനെ സഹായിച്ചു എന്നുള്ളത് എന്താണ്? മാളി മഅറൂഫ് ഫീലാണ്. മാളി മഅറൂഫ് ഫീൽ. അപ്പോൾ നസ്വറ എന്നുള്ളത് മാളി മഅറൂഫായ ഫീൽ, ബഷീർ എന്നുള്ളത് അതിൻ്റെ ഫായിൽ, ബാസിത്തൻ അതിൻ്റെ മഫ്ഊൽ. മനസ്സിലായോ? അപ്പോൾ നുസ്റ എന്നുള്ളതോ മാളി മജ്ഹൂലായ ഫീൽ, ബാസിത്ത് എന്നുള്ളത് നായിബ് അനിൽ ഫായിൽ. ഇതിൻ്റെ ഇറാബ് റഫാണ്, റഫ് ചെയ്തത് നുസ്റ. ഇവിടെയോ ബഷീർ എന്നുള്ള ഫായിൽ, ഇറാബ് റഫ് ചെയ്ത നസ്റ എന്നുള്ള ഫീൽ. ബാസിത്തൻ മഫ്ഊൽ, നസ്ബ് ചെയ്ത ആമിൽ, നസ്റ എന്നുള്ള മഅറൂഫ, നസ്റ എന്നുള്ള ഫീൽ. മനസ്സിലായോ? അതാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ മാളി മഅറൂഫായ ഫീലിനെ എന്താക്കണം? മുളാരി മഅറൂഫാക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല. ഇതിൻ്റെ മുമ്പിലേക്ക് ഒരക്ഷരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നസറിനെ എന്താക്കുക? നസറിനെ നമുക്ക് എന്താക്കാം? യൻസുറാക്കാം. യൻസുറു ബഷീറുൻ ബാസിത്തൻ. ബഷീർ ബാസിത്തിനെ സഹായിക്കും എന്നായി. ഭാവി കാലമായിട്ടോ. അപ്പം ഭാവി കാലമാണത്. ഉണ്ടാവും യൻസുറു ബഷീറുൻ ബാസിത്തൻ. അവിടുത്തെ കണക്കെന്താണ്? ബഷീർ ബാസിത്തിനെ സഹായിക്കും. അപ്പം സഹായിക്കുന്ന ആൾ ഇവിടെ ഉണ്ട്, ബഷീർ, നമ്മളാണ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായി? കർത്താവ് അറിയപ്പെട്ട്. അപ്പോൾ അതിൻ്റെ പേരെന്തായി? മഅറൂഫ് എന്നായി. അപ്പോൾ എന്താണ് ഈ ഫീല്? ഈ ഫീല് ഇതിൻ്റെ പേരെന്താ? മുളാരി മഅറൂഫ്. മുളാരി മജ്ഹൂലല്ല, മുളാരി മഅറൂഫ്. ഇനി ആ മുളാരി മഅറൂഫിനെ എന്താക്കണം? മജ്ഹൂലാക്കണം. എന്താ ചെയ്യേണ്ടത്? ഈ യാതിന് അളമ്പ് കൊടുക്കേണ്ടത്. നേരത്തെ നമ്മൾ നൂനെ കൊടുത്തില്ലേ? നസ്വറിൻ്റെ അവിടെ നുസിറാക്കി. എന്നാൽ അവിടെ നീമ തൊടരുത്, ഫാഫീൽമ തൊടരുത്. പുതുതായി വന്ന അക്ഷരം, അധികരിച്ച് വന്ന ഈ അക്ഷരത്തിനാണ് ലമ്മ കൊടുക്കേണ്ടത്. അപ്പോൾ യൻസുറുൻ എന്താക്കും? യു കൊടുക്കും. അങ്ങനെ യുൻസ്വറു
അവസാനത്തിന് മുമ്പുള്ളതിന് എന്ത് ചെയ്യും, ഈ ലമ്മിനെ പോക്കിയിട്ട് കെസറാക്കി കൊടുക്കും. അതാണ് അവസാനത്തിന് അല്ല ഫത്ത് ആക്കും അവസാനത്തിന് മുമ്പുള്ളത് അല്ലേ. ഇവിടെ ഫത്ത കൊടുക്കുക കേട്ടോ. നേരത്തെ നമ്മൾ മാദിയിൽ പറഞ്ഞത് അവസാനത്തിന് മുമ്പുള്ള കെസറായിരുന്നു, ഇവിടെ അങ്ങനെ ഇവിടെ ഫത്ത കൊടുക്കേണ്ടത്. അപ്പോൾ മുലാറത്തിൻ്റെ അക്ഷരത്തിന്, ഇതിന് മുലാറത്തിൻ്റെ അക്ഷരം എന്ന് പറയാം, അധികരിച്ച് വന്ന് മുലാറത്തിൻ്റെ അക്ഷരത്തിലേക്ക് റഫ് കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ളിലേക്ക് ഫത്തും കൊടുക്കുക അഥവാ നസ്ബ് കൊടുക്കുക. ഉണ്ടോ ഒന്നുകൂടി, മുലാറത്തിൻ്റെ അക്ഷരത്തിലേക്ക് എന്ത് ചെയ്യുക, റഫ് കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ളതിലേക്ക് ഫത്തും കൊടുക്കുക. ഫത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ മുലാറത്തിൻ്റെ അക്ഷരത്തിന് ലമ്മ് കൊടുക്കുക, റഫ് എന്ന് പറയണ്ട, ഇതിന് ലമ്മ് എന്ന് പറയണ്ട, റഫ് എന്ന് ഒഴിവാക്കുക. മുലാറത്തിൻ്റെ അക്ഷരത്തിലേക്ക് ലമ്മ് കൊടുക്കുക, അവസാനത്തിന് മുകളിലേക്ക് ഫത്ത് കൊടുക്കുക. നസ്ബ് എന്ന് പറയണ്ട കേട്ടോ, നസ്ബ് ഫത്തൊക്കെ അവസാനത്തെ പ്രയോഗങ്ങൾക്ക് വരിക. അപ്പോൾ ഒന്നുകൂടി, ഇവിടെ മുലാറത്തിൻ്റെ അല്ലേ മാല് എന്താ പറയുക, മുലാരി മഅറൂഫ് ഫീലിനെ മജ്ഹൂലാക്കാൻ മുലാറത്തിൻ്റെ അക്ഷരത്തിലേക്ക് ലമ്മ കൊടുക്കുക, അവസാനത്തിന് മുമ്പുള്ള എനിക്ക് ഫത്തും കൊടുക്കുക. അപ്പോൾ യൻസുറൂനെ യുൻസുറാക്കും, യലരിബൂനെ യുലറബാക്കും, യഫ്തഹൂനെ യുഫ്തഹാക്കും. ഇതാ പ്രയോഗം. അങ്ങനെ ആക്കും ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യും, ഈ ഫായിൽ അറിയുന്നില്ല, കർത്താവ് അറിയപ്പെടില്ലല്ലോ ഇവിടെ. അപ്പോൾ ഈ വാസ്യത്തിനെ പിടിച്ച് കൊണ്ടുവന്ന് ഇവിടെ വെക്കും. എന്നിട്ട് നേരത്തെ പറഞ്ഞ അതേ രൂപത്തിൽ നായി ഫായിലാക്കുകയും എന്നിട്ട് എന്ത് ചെയ്യും, ഇതിന് നേരത്തെ ഉണ്ടായതിന് ആ റഫ് ഇതിന് കൊടുക്കും, ഫായിലുണ്ടായ റഫ് ഈ അല്ലേ ഇതിന് നായി ഫായിലിന് കൊടുക്കും. അതുകൊണ്ട് നായി ഫായിൽ പേര് കിട്ടിയത്. ഈ നസ്ബ് ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് റഫ് കൊടുക്കും. അപ്പോൾ എന്തായി, യുൻസുർ ബാസ്യത്തിനെ സഹായിക്കപ്പെടും, ബാസ്യത്തിന് സഹായിക്കപ്പെടും. അപ്പോൾ ഈ ഫീൽ എന്താണ്, മജ്ഹൂലാണ്. അപ്പോൾ ഇതെന്താണ്, മുലാരി മജ്ഹൂലാട്ടോ. ഇതോ മുലാരി മഅറൂഫ്, ഇതോ ഇത് മാലി മഅറൂഫ്, ഇതോ മാലി മജ്ഹൂൽ. മനസ്സിലായോ? അപ്പം മാലി മഅറൂഫിൻ്റെ ഉദാഹരണം നസ്വറ നുസ്വറ, മാലി മഅറൂഫിൻ്റെ ഉദാഹരണം നസ്വറ, മാലി മജ്ഹൂലിൻ്റെ ഉദാഹരണം നുസ്വറ. മാലി മഅറൂഫിൻ്റെ ഉദാഹരണം യൻസുറു, മാലി മജ്ഹൂലിൻ്റെ ഉദാഹരണം യുൻസുറു. അപ്പോൾ ഇവിടുത്തെ ചോദ്യം വരാണ്, മാലി മഅറൂഫായ ഫീലിനെ മജ്ഹൂലാക്കാൻ എന്ത് ചെയ്യണം? ഉത്തരം, ഫാ ഫീലിനിക്ക് ലം ഫീലിന് കസ്റും കൊടുക്കുക. എന്നാൽ മുലാരിയ ഫീലിന് മജ്ഹൂലാക്കാനോ, അവിടെ മുലാറത്തിൻ്റെ സ്ഥലത്തിലേക്ക് ലമ്മ് കൊടുക്കുക, അവസാനത്തിന് മുമ്പിൽ ഫത്തും കൊടുക്കുക. അപ്പോൾ ഈ ചോദ്യം വളരെ മനസ്സിലാക്കുക. മിക്കവാറും പരീക്ഷക്കൊക്കെ അല്ലാഹു തആല നമുക്ക് ഈ വർഷത്തെ പരീക്ഷ വളരെ ഉഷാറാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പം ഒന്നുകൂടി ചോദ്യം ഒന്ന് മനസ്സിലാക്കുക, എങ്ങനെയാണ് മാദിയ ഫീലിനെ മജ്ഹൂലാക്കേണ്ടത്? അപ്പം മുലാരിയാണെങ്കിൽ മുലാറത്തിൻ്റെ ശരത്തിലേക്ക് ലമ്മ് കൊടുക്കുക, അവസാനത്തിന് മുമ്പ് ഫത്ത് ചെയ്യുക, എന്നിട്ട് നായിബുൻ ഫായിലിലേക്ക് എന്ത് ചെയ്യുക, റഫ് കൊടുക്കുക. അതുപോലെ മാദിയ ഫീലിനെ മജ്ഹൂലാക്കാൻ ഉദ്ദേശിച്ചാലോ, മാലി മഅറൂഫ ഫീൽ ഉദ്ദേശിച്ചാൽ ഫാ ഫീലിലേക്ക് ലമ്മും അവസാനത്തിന് മുമ്പ് കസ്റും കൊടുത്തിട്ട് നുസ്റ എന്ന് വായിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മഫ്ഊലിനെ നായിബ് ഫായിലിൻ്റെ സ്ഥാനത്ത് നായിബ് ഫായിലായി കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, റഫ് കൊടുക്കുക. അല്ലാഹു തആല എല്ലാം ഭംഗിയായി നമുക്ക് ചർച്ച ചെയ്യുവാനും ഇതുവഴി അറബി ഗ്രാമറിൽ നല്ലൊരു കഴിവുണ്ടാക്കാനും അതുവഴി മുത്തുനബിനെ സന്തോഷിപ്പിക്കാനും അറബി ഭാഷയ്ക്ക് വേണ്ടി ഖിദ്മത്ത് എടുക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ദുആ ഇറക്കുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക.